ഇന്ത്യയുടെ മുഖച്ഛായ നരേന്ദ്രമോദി 2014 പ്രധാനമന്ത്രിയായി എത്തിയതോടുകൂടിയാണ് മാറാൻ തുടങ്ങിയത്. ആയുധക്കരുത്തിൽ മാത്രമല്ല, വ്യോമസേനാ കരുത്തിലും ഇന്ത്യ ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം ആഗോള വ്യോമസേനാ കരുത്തിന്റെ പട്ടികയിൽ ചൈനയെയും പാകിസ്ഥാനെയും ബഹുദൂരം പിന്നിലാക്കി ഇന്ത്യ വ്യോമസേനാ ലോകത്തിൽ 6ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ സൈനിക വിമാനങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന പ്രശസ്ത ഏജൻസിയായ വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് പുറത്തുവിട്ട 2026 ഗ്ലോബൽ എയർ പവേഴ്സ് റാങ്കിലാണ് ഇന്ത്യ ചരിത്ര നേട്ടം കൈവരിച്ചത്. വെറും വിമാനങ്ങളുടെ എണ്ണം മാത്രം നോക്കാതെ വ്യോമസേനകളുടെ സാങ്കേതിക ആധുനികവത്കരണവും ലോജിസ്റ്റിക് പിന്തുണ, ആക്രമണ പ്രതിരോധ ശേഷികൾ, വ്യോമവ്യൂഹത്തിന്റെ വൈവിധ്യം എന്നിവ സൂക്ഷ്മമായി വിലയിരുത്തുന്ന ട്രൂ വാല്യൂ റേറ്റിംഗ് എന്ന പ്രത്യേക ഫോർമുല ഉപയോഗിച്ചാണ് ഈ റാങ്കിംഗ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വിലയിരുത്തലിൽ 69.4 എന്ന ഉയർന്ന TVR സ്കോർ നേടിയാണ് ഇന്ത്യൻ വ്യോമസേന ആഗോളതലത്തിൽ 6ാം സ്ഥാനം ഉറപ്പിച്ചത്. റാങ്കിങ്ങിൽ ഏറ്റവും ശ്രദ്ധേയമായത് അയൽരാജ്യവും വൻ സൈനിക ശക്തിയുമായ ചൈനയെ ഇന്ത്യ മറികടന്നു എന്നതാണ്. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സ് 63.8 സ്കോറോടെ ഇന്ത്യക്ക് തൊട്ടു പിന്നിൽ 7ാം സ്ഥാനത്താണ് എത്തിയത്. ചൈനയ്ക്ക് ഇന്ത്യയേക്കാൾ കൂടുതൽ വിമാനങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ സേനയുടെ സന്തുലിതാവസ്ഥയും യുദ്ധസന്നദ്ധയും ഇന്ത്യൻ വ്യോമസേനയേക്കാൾ പിന്നിലാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ പക്കലുള്ള റഫാൽ, സുഖോയ് 30, MKI, തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എന്നീ യുദ്ധവിമാനങ്ങളുടെ കരുത്തും മികച്ച പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. അതേസമയം പ്രതിരോധ രംഗത്ത് ഇന്ത്യയുമായി നിരന്തരം മത്സരിക്കുന്ന പാകിസ്ഥാൻ വ്യോമസേന ഈ പട്ടികയിൽ വളരെ പിന്നിലാണ്. അതായത് 46.3 സ്കോറോടെ 18ാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ഇടം പിടിച്ചത്. ആഗോള റാങ്കിങ്ങിൽ ആദ്യ 5 സ്ഥാനങ്ങളും കൈക്കലാക്കിയത് അമേരിക്കയും റഷ്യയുമാണ്. അമേരിക്കയുടെ വിവിധ സൈനിക വിഭാഗങ്ങളുടെ വ്യോമശക്തിയെ വെവ്വേറെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 242.9 എന്ന അസാധ്യ സ്കോറോടെ US എയർഫോഴ്സ് 1ാം സ്ഥാനത്തും US നേവി 2ാം സ്ഥാനത്തും തുടരുന്നുണ്ട്. തൊട്ടു പിന്നിൽ 3ാമതായി റഷ്യൻ എയർഫോഴ്സും 4ഉം 5ഉം സ്ഥാനങ്ങളിൽ യഥാക്രമം US ആർമിയും US മറൈൻ ക്രോപ്സും ഇടം പിടിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ വിഭജിക്കപ്പെട്ട സേനാഭാഗങ്ങളെ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ 3ാമത്തെ വ്യോമസേനാ ശക്തിയായി മാറുന്നത് ഇന്ത്യയാണ്. ജപ്പാൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ പ്രമുഖ ലോക ശക്തികളെയെല്ലാം വ്യോമക്കരുത്തിൽ ഇന്ത്യക്ക് പിന്നിലാണ്. നിലവിൽ 1700-ലധികം വിമാനങ്ങളുള്ള ഇന്ത്യൻ വ്യോമസേന വരും വർഷങ്ങളിൽ തദ്ദേശീയമായ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതികളിലൂടെ തങ്ങളുടെ കരുത്ത് ഇനിയും വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും വ്യോമസേന ശക്തിയിൽ ഇന്ത്യ 6ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നതോടെ കൂടാതെ ആയുധക്കരുത്തിൽ ഇന്ത്യ ഇപ്പോൾ അമേരിക്കയെക്കാളും ചൈനയെക്കാളും റഷ്യയെക്കാളും ഒക്കെ മുന്നിലാണ്. കാരണം ഇന്ത്യ തന്നെ തദ്ദേശീയമായി ഓരോ ആയുധങ്ങളും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുകയാണ്. അത് വാങ്ങാൻ തന്നെ ലോകരാജ്യങ്ങളുടെ ഒരു നീണ്ട ക്യൂ തന്നെയാണ് നിൽക്കുന്നത്. അമേരിക്കയുടെ ആയുധങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അമേരിക്കയുടെ ആയുധപ്പുരയിൽ തുരുമ്പടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. കാരണം ഇന്ത്യയുടെ ആയുധങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ലോകരാജ്യങ്ങൾ അതിന്റെ പ്രഹരശേഷി എങ്ങനെയാണ്, അതിന്റെ സ്പീഡ് എങ്ങനെയാണ്, അതിന്റെ പ്രയോഗിക്കുന്ന രീതികൾ എങ്ങനെയാണെന്ന്. അതുകൊണ്ട് തന്നെ കണ്ണും പൂട്ടി കണ്ണടച്ചുകൊണ്ട് ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ ലോകരാജ്യങ്ങൾക്ക് വേറെ ഒന്നും മറച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. അതിനെ ഒന്ന് ടെസ്റ്റ് ഡോസ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ആയുധക്കരുത്തിലും വ്യോമസേനാ കരുത്തിലും അടക്കം ഇന്ത്യ ശക്തമായി നിൽക്കുമ്പോൾ ഇത് ചൈന അടിപതറുകയാണ്.